മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് അനുമോൾ വർഗീസ്. ഞാൻ കൊറ്റമ്മം ഇടവകയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ ഹസ്ബൻഡ് അഭിലാഷ്, ഇതെൻ്റെ മകൻ ആഡ്വിൻ അഭിലാഷ്. ആദ്യമായി തന്നെ ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി പറയുന്നു, ഇവിടെ ഇങ്ങനെ നിന്നൊരു സാക്ഷ്യം പറയുവാൻ ഉള്ള അവസരം തന്നതിന്. ഇവിടെ ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷമായിരുന്നു. ഞങ്ങൾക്ക് കുട്ടികളുണ്ടായിരുന്നില്ല. അപ്പോൾ എൻ്റെ പപ്പയും മമ്മിയാണ് ആദ്യം ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തതിന് ശേഷം അവർ ഈ ഉപ്പും തേനും പിന്നെ ഉടമ്പടി കൃപാസനത്തിൻ്റെ പത്രമൊക്കെ എനിക്ക് UK അയച്ചു തന്നിരുന്നു. അപ്പോൾ ഞങ്ങളത് അവിടുത്തെ പള്ളിയിൽ കുർബാനയൊക്കെ കഴിഞ്ഞിട്ട് അവിടെയുള്ള മലയാളി ഫ്രണ്ട്സിനൊക്കെ കൊടുക്കുകയും ചെയ്തു. പിന്നെ ഈ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ 2022 ജനുവരിയിൽ പ്രഗ്നൻ്റ് ആവുകയും അതിനുശേഷം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോവുമായിരുന്നു. എനിക്ക് പ്രഗ്നൻ്റ് ആയി 3 മാസം ആയതിനു ശേഷം 2022 മെയ്യിൽ ഹസ്ബൻഡ് നാട്ടിൽ വന്നിട്ട് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് 5-ാം മാസത്തിലെ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ കാല് റൈറ്റ് ഫൂട്ട് വളഞ്ഞിരിക്കുകയാണ്, അതിന് ടാലിപ്പീസ് എന്ന് പറയുന്ന ഒരു അസുഖമാണെന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കര വിഷമമൊക്കെ ആയി. അപ്പോൾ ഞാൻ മമ്മീനെ വിളിച്ചിങ്ങനെ ഒത്തിരി പറഞ്ഞ് കരയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പം മമ്മി ഇങ്ങനെ എന്നോട് പറഞ്ഞു, അമ്മ മാതാവ് തന്ന കുട്ടിയാണ്, ഒരിക്കലും ഒരു കുറവും വരത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങളത് ഉറച്ച് വിശ്വസിച്ച് തന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. അങ്ങനെ ഹസ്ബൻഡ് ഉടമ്പടി എടുത്ത് വന്നതിന് ശേഷം ഉടമ്പടി തൈലം അടിവയറ്റിലിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോഴും ഇങ്ങനെ ഒരു സാക്ഷ്യം കേട്ടിരുന്നു. ഇവിടെ ഒരു ചേച്ചി പറയുന്നത് ആ ചേച്ചിയുടെ കുട്ടിക്ക് ഓട്ടിസം അങ്ങനെ എന്തോ അസുഖമായിട്ട് ഇങ്ങനെ അമ്മ മാതാവ് തന്ന കുഞ്ഞിന് ഒരു കുറവും വരത്തില്ല എന്ന് പ്രാർത്ഥിക്കുന്ന ആ ഒരു സാക്ഷ്യം ഞാൻ കേട്ടിരുന്നു. അപ്പം ഞാനും അതിലുറച്ച് വിശ്വസിച്ചു, എനിക്ക് തരുന്ന കുഞ്ഞിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്ന് തന്നെ വിശ്വസിച്ചു. അതിനുശേഷം പിന്നീടുള്ള എല്ലാ സ്കാനിങ്ങിലും ഡോക്ടർ പറയും കുഞ്ഞിന് കാല് വളഞ്ഞിരിക്കുകയാണ്, കുഞ്ഞിന് ടാലിപ്പീസ് ഉണ്ട്, സർജറി വഴി ശരിയാക്കാൻ പറ്റും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 8-ാമത്തെ മാസത്തിലെ സ്കാനിങ് ആയപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു കുഞ്ഞിൻ്റെ കാല് കാണുന്നില്ല എന്ന് പറഞ്ഞു, അവർക്ക് ക്ലിയർ ഇല്ല കുഞ്ഞിൻ്റെ കാലെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വളരെ വിഷമിച്ചു. എനിക്ക് 42 വീക്സ് വരെ അവിടെ ഡെലിവറി ആവാൻ വെയിറ്റ് ചെയ്തു. എനിക്ക് പെയിനൊന്നും വരുന്നില്ലായിരുന്നു. അങ്ങനെ 42 വീക്സ് വരെ നോർമൽ ഡെലിവറിക്ക് ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര കോംപ്ലിക്കേഷനൊക്കെ ആയിരുന്നു. കുഞ്ഞ് ഭയങ്കര അവിടെ സ്റ്റക്ക് ആവുകയും അങ്ങനെ ഒത്തിരി പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ഡോക്ടേഴ്സിനോട് റിക്വസ്റ്റ് ചെയ്തു, ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ അവർ പറഞ്ഞു ഇല്ല, അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല, വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് നോർമലിന് തന്നെ ട്രൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒക്ടോബർ 24 ഡ്യൂ ആയിരുന്ന എനിക്ക് ഒക്ടോബർ 30 പെട്ടെന്ന് പെയിൻ വരികയും അങ്ങനെ അവർ പറഞ്ഞു അപ്പോൾ ഡയലേഷനൊന്നും ഇല്ല, കുഞ്ഞിനെ നോർമലിന് തന്നെ ട്രൈ ചെയ്യാം എന്ന് പറഞ്ഞ് പിന്നെയും വെയിറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അവസാനം 29 രാത്രി ഒരു 12 മണിയൊക്കെ ആയപ്പോഴത്തേക്കും എനിക്ക് പെയിൻ കൂടുകയും ഡയലേഷൻ ഇല്ലാതെ കുഞ്ഞിൻ്റെ ഹാർട്ട് റേറ്റ് ടോട്ടലി ഇല്ലാതാവുകയും ചെയ്തു. അങ്ങനെ CTG ചെയ്ത് നോക്കിയപ്പോൾ അവർ പെട്ടെന്ന് പിന്നെ എമർജൻസി ആയിട്ട് എന്നെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി സിസേറിയൻ ചെയ്ത് ഒക്ടോബർ 30 വെളുപ്പിന് 1:50 ഉണ്ണി ഉണ്ടായി. അങ്ങനെ ഉണ്ണി ഉണ്ടായപ്പോൾ ഞങ്ങൾ മാതാവിനോട് നന്ദി പറഞ്ഞു. പക്ഷേ മാതാവ് ഒരു സഹനം തന്നത് നല്ലതിന് വേണ്ടി തന്നെ ആയിരിക്കാം. ഉണ്ണിയുടെ കാലിന് വളവുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് സർജറി ചെയ്യാം, അതിന് മുന്നായിട്ട് കൊച്ചിൻ്റെ കാലിൽ പ്ലാസ്റ്റർ ഇടണം ഒരു 4 ആഴ്ച. അപ്പോൾ ഒരു ന്യൂ ബോൺ ബേബി ഉണ്ടായി, അവൻ്റെ കുഞ്ഞു കാലിൽ പ്ലാസ്റ്റർ ഇടുക എന്ന് പറയുന്നത് ഏറ്റവും വിഷമമുള്ളൊരു കാര്യമാണ്. അവൻ്റെ മുഴുവൻ കാലിൽ പ്ലാസ്റ്റർ ഇട്ടേക്ക് വരുന്നു. ഒരു 4 ആഴ്ച കുഞ്ഞ് ഈ റൈറ്റ് കാലിൽ ഫുള്ള് പ്ലാസ്റ്റർ ഇട്ട് അവന് കാലും നനക്കാൻ പറ്റാണ്ട് വളരെ ബുദ്ധിമുട്ടി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഫീഡൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. അങ്ങനെ 4 ആഴ്ച കഴിഞ്ഞ് പ്ലാസ്റ്റർ വെട്ടിയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഈ കുഞ്ഞിൻ്റെ കാലിന് നല്ല ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അങ്ങനെ ഒരു സർജറിയുടെ ആവശ്യമില്ല
ഈ കുഞ്ഞിൻ്റെ കാല് നേരെയായി. ഇപ്പം എൻ്റെ കുഞ്ഞ് 2 കാലും നോർമലായിട്ട് നിലത്ത് കുത്തി മര്യാദയ്ക്ക് നിൽക്കും. അങ്ങനെ ഡോക്ടർ പറഞ്ഞിരുന്നു എൻ്റെ കുഞ്ഞിൻ്റെ കാലിന് നീള വ്യത്യാസം ഉണ്ടാകും, വലിപ്പ വ്യത്യാസം ഉണ്ടാകും എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞിൻ്റെ കാലിന് ഒരു വലിപ്പ വ്യത്യാസവും ഇല്ല, ഒരു നീള വ്യത്യാസവും ഇല്ല. മാതാവിൻ്റെ ഉടമ്പടി തൈലം പുരട്ടി ഞങ്ങൾ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് മാത്രമാണ് എൻ്റെ കുഞ്ഞിൻ്റെ കാല് നേരെയായത്. ഇത്രയും വലിയ അനുഗ്രഹം തന്ന അമ്മ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. അടുത്ത സാക്ഷി എന്ന് പറയുന്നത്, ഞങ്ങൾ 2.5 വർഷമായി UK ഒരു വീട് വാങ്ങാനായിട്ട് ആഗ്രഹിച്ച് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. 2.5 വർഷമായിട്ടും ഞങ്ങൾക്ക് വീടൊന്നും ഇഷ്ടപ്പെട്ട വീട് കിട്ടില്ല, ഞങ്ങൾക്ക് അഫോർഡബിലിറ്റി കുറവാണെന്നാണ് ഞങ്ങളുടെ സോളിസിറ്റർ പറഞ്ഞിരുന്നത്. ഞങ്ങൾ 2 പേരും നഴ്സുമാരാണ്. അങ്ങനെ ഞങ്ങൾ വീട് ഒത്തിരി കാണാനൊക്കെ പോയി. അവസാനം 2021 ഒക്ടോബറിൽ പപ്പയും മമ്മി അയച്ചെന്ന ഉടമ്പടി ഉപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഒക്ടോബറിൽ ഞങ്ങളൊരു വീട് കാണാൻ, 2 വീടിന് വ്യൂവിങ്ങിന് അപ്പോയിൻമെൻ്റ് എടുത്ത് ഞങ്ങൾ വീട് കാണാനായിട്ട് പോയി. ആ വീട് കാണാൻ പോയപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, 2.5 വർഷമായി നമ്മൾ വീട് നോക്കുന്നു, ഇനി ഞാൻ മടുത്തു, ഇനി ഞാൻ വീടൊന്നും കാണാൻ വരുന്നില്ല, ഇത് ലാസ്റ്റാണെന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു, അമ്മ മാതാവേ ഞങ്ങൾക്കൊരു വീട് തരണം, വാടകയൊക്കെ കൊടുത്ത് ഞങ്ങൾ മടുത്തു. ഭയങ്കര വാടകയായിരുന്നു ഞങ്ങൾ താമസിക്കുന്ന അവിടെ, ഭയങ്കര ചിലവായിരുന്നു. അപ്പം ഞങ്ങൾക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല, ഒന്നും സേവ് ഒന്നും ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് അമ്മ മാതാവിൻ്റെ ഉപ്പ് ഞാൻ എടുത്തിട്ട് പോയി. അങ്ങനെ ഞങ്ങൾ 2 വീട് കണ്ടു. 2 വീട് കണ്ടിട്ട് ഞങ്ങൾക്ക് 2 വീടും ഇഷ്ടപ്പെട്ടു. 4 ബെഡ്റൂമുള്ള നല്ല വലിയ വീടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആ വീടിൻ്റെ ഫ്രണ്ടിൽ ആരും ചവിട്ടാത്ത സ്ഥലത്ത് ഞാൻ മാതാവിൻ്റെ ഉപ്പിട്ടിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഇട്ടിട്ട് പോന്നു. പിറ്റേ ദിവസം തന്നെ അവർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഞങ്ങളോട് ചോദിച്ചു. സാധാരണ അങ്ങനെ ഞങ്ങൾ കണ്ടിട്ട് വന്നിട്ട് പിന്നെ ഏജൻസിക്കാർ വിളിക്കും, പറയും നിങ്ങളുടെ ബാങ്കിൻ്റെ ക്രെഡിറ്റ് സ്കോറൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അഫോർഡബിലിറ്റി ഇല്ല എന്നാണ് പറയാറ്. ഇവർ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് 2 വീടിൻ്റെ ഏജൻസിക്കാർ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് വീട് ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ വീട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. ഞങ്ങളുടെ സോളിസിറ്റർ വിളിച്ചിട്ട് ഞങ്ങളോട് സോളിസിറ്റർ ചോദിച്ചു, നിങ്ങൾ പോയി കണ്ട വീട് എനിക്ക് അയക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ വീട് ഫോട്ടോ സഹിതം ലിങ്ക് സോളിസിറ്റർക്ക് അയച്ചു കഴിഞ്ഞപ്പോൾ അതിന് 3 കോടി രൂപയായിരുന്നു ഇന്ത്യൻ വില. അപ്പോൾ ഞങ്ങൾക്ക് അന്ന് 2.5 കോടിയുടെ വീട് വരെ വാങ്ങാം എന്നായിരുന്നു ഞങ്ങളുടെ അഫോർഡബിലിറ്റി. അങ്ങനെ സോളിസിറ്ററോട് പറഞ്ഞു, ഞങ്ങൾക്ക് ഇത് കിട്ടില്ലായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഇംഗ്ലീഷുകാരനാണ്. പുള്ളി പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല അഭിലാഷേ, ഞാനതൊക്കെ റെഡിയാക്കി തരാം, ഒന്നുകൊണ്ടും പേടിക്കണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഒക്ടോബറിൽ ഞങ്ങൾ ആ വീട് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഞങ്ങളുടെ സോളിസിറ്റർ ഞങ്ങൾക്ക് ആ 3.5 കോടിയുടെ വീട് ഞങ്ങൾക്ക് റെഡിയാക്കി തന്നു. ആ വീട് ഞങ്ങൾ വാങ്ങി. ഇപ്പോൾ ഞങ്ങൾ ആ വീട്ടിലാണ് താമസിക്കുന്നത്. ഈ വീടിൻ്റെ പ്രോസസ്സിങ് നടക്കുന്ന സമയത്ത് ഞാൻ എന്നും ഉടമ്പടിയുടെ ഉപ്പ് ഞങ്ങൾ താമസിക്കുന്ന വീട്ടിൽ ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു, തൈലം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. ഈ വീടിൻ്റെ ഫോട്ടോയിൽ ഞാൻ മൊബൈലിൽ ഇങ്ങനെ മാതാവിൻ്റെ ഒരു ഫോട്ടോ മുട്ടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവേ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു വീടാണ്, ഞങ്ങൾക്കാണെങ്കിൽ കുഞ്ഞുങ്ങളും ഇല്ല, ഞങ്ങൾക്കൊരു വീട് നൽകി അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഈ പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ജപമാല മുടങ്ങാതെ ചൊല്ലിയിരുന്ന ഇപ്പോഴും ചെല്ലുന്നുണ്ട്. അന്നേരത്തെ ഞങ്ങൾ മുടങ്ങാതെ ജപമാല ചൊല്ലാൻ തുടങ്ങിയായിരുന്നു. അതിന് മുന്നൊക്കെ ഞങ്ങൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ചില സമയത്തൊന്നും ജപമാലയൊന്നും ചൊല്ലാൻ സമയം കിട്ടാറില്ല. പക്ഷേ അന്ന് മുതൽ ഞങ്ങൾ സ്ഥിരമായിട്ട് മുടങ്ങാതെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയം മുതൽ എനിക്ക് ഈ വീടിൻ്റെ ഫോട്ടോയിൽ ഇങ്ങനെ മാതാവിൻ്റെ രൂപം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ എൻ്റെ മനസ്സിൽ കണ്ണടയ്ക്കുമ്പോഴൊക്കെ എനിക്കിങ്ങനെ ഈ 2 ഇങ്ങനെ കെരൂബുകൾ നിൽക്കുന്ന ആ ഒരു ഇതും മാതാവ് നടുക്ക് നിൽക്കുന്നതായിട്ട് എനിക്ക് എപ്പോഴും ആ വീടിൻ്റെ മുകളിൽ എനിക്കിങ്ങനെ കണ്ണടയ്ക്കുമ്പോൾ കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ ഉറച്ചു വിശ്വസിച്ചു, മാതാവ് ഈ വീട് ഞങ്ങൾക്ക് റെഡിയാക്കി തരുമെന്ന് തന്നെ വിശ്വസിച്ചു. അങ്ങനെ ഞങ്ങൾക്ക് ആ വീട് ലഭിച്ചു. ആ വീട്ടിലേക്ക് കയറുന്ന ആ ടൈമിൽ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആവുകയും അപ്പം എൻ്റെ മമ്മി എന്നോട് എപ്പോഴും പറയായിരുന്നു, മാതാവ് നിങ്ങൾക്ക് നല്ലൊരു വീട് തന്നിട്ട് മാതാവ് അതിലേക്കുള്ള കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് അപ്പം തന്നെ തരുമെന്ന് പറഞ്ഞു. ആ വീട്ടിലേക്ക് കയറി താമസിക്കുന്ന സമയത്ത് ഞാൻ 3 മാസം പ്രഗ്നൻ്റ് ആയിരുന്നു. അതാണ് എൻ്റെ 2ാമത്തെ സാക്ഷ്യം. 3ാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, എൻ്റെ 3-4 കൂട്ടുകാർ UK തന്നെ ഉള്ളവരാണ്, നഴ്സുമാരാണ്. അവർക്ക് 4, 5, 6 വർഷമായിട്ട് കുട്ടികളില്ലാത്തവരാണ്. അതിൽ 2 പേർക്കും ഇപ്പോൾ കുട്ടികൾ, ഒരാൾ പ്രഗ്നൻ്റ് ആണ്, ഒരാൾക്ക് ഇരട്ട കുട്ടികളാണ്. ഞാൻ കൃപാസനത്തിൻ്റെ ഉപ്പും തേനും പത്രവും കൊടുത്ത് അവരോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു. ഞാൻ ഈ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്ത് ഉടമ്പടി പത്രം മുടങ്ങാതെ വായിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ മാതാവ് വളരെ വലിയൊരു അനുഗ്രഹം ഞങ്ങളുടെ കുടുംബത്തിന് നൽകി.
നാലാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത് അഭിലാഷിൻ്റെ ചേട്ടൻ്റെ മകൻ 9 വയസ്സുണ്ട്. അവർ UK തന്നെയാണ് ഫാമിലി ആയിട്ട്. അവന് ചിക്കൻ പോക്സ് വന്നിട്ട് പനി ബ്രെയിനിലോട്ട് പിടിച്ചു. അവിടെ ഡോക്ടേഴ്സിനൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല. ഡോക്ടേഴ്സ് പറഞ്ഞു കാൽപോൾ കൊടുത്തുകൊണ്ടിരുന്നാൽ മതി, പനിയുടെ മരുന്ന് കൊടുത്തുകൊണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അത് കൊടുത്തുകൊണ്ടിരുന്നിട്ട് അവന് പനിയൊന്നും കുറഞ്ഞില്ല. ചിക്കൻ പോക്സിൻ്റെ അത് ബ്രെയിനിലോട്ട് പടർന്നു പിടിച്ചിട്ട് അവൻ പെട്ടെന്നൊരു ദിവസം കൊളാപ്സായി. അവന് യാതൊരു അനക്കവും ഇല്ലാണ്ട് ഇങ്ങനെ മരിച്ച പോലെ ഇങ്ങനെ കിടന്നു. അപ്പോൾ ഉടനെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ കയറ്റിയപ്പോൾ അവർ വേറെ ആരും അകത്തേക്ക് കയറ്റില്ല. അങ്ങനെ അവനൊരു അരമണിക്കൂറോളം ബോധമില്ലാതെ കിടന്നു. അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞു ഇങ്ങനെ കുട്ടിയുടെ ഇടാൻ പറ്റില്ല, അപ്പോൾ പെട്ടെന്ന് തന്നെ അവർ ട്രക്യോസ്റ്റമി ചെയ്യാൻ പോവാണ് എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെയധികം വിഷമിച്ചു. അവൻ ICUവിലാണ്, അവന് ബോധമില്ലാതെ കിടക്കുകയാണ്. അങ്ങനെ കേട്ടപ്പോൾ ഞങ്ങൾ ആകെ സങ്കടത്തിലായി. അങ്ങനെ ഹസ്ബൻഡ് പെട്ടെന്ന് തന്നെ വീട്ടിൽ വന്ന് ഉടമ്പടി തൈലം എടുത്തിട്ട് വേഗം ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ പെട്ടെന്നൊന്നും അങ്ങനെ എമർജൻസിയിലോട്ട് കയറ്റി വിടുന്നതല്ല. പക്ഷേ അവിടെ ചെന്നപ്പോൾ മാതാവായിട്ട് എൻ്റെ ഹസ്ബൻഡിന് വാതിലെല്ലാം തുറന്നു കൊടുത്ത് പെട്ടെന്ന് തന്നെ അകത്ത് കയറി അവൻ്റെ കാലിൽ തൈലം പുരട്ടാൻ സാധിച്ചു. തൈലം പുരട്ടി ഉടനെ തന്നെ കുഞ്ഞൊന്ന് പെടഞ്ഞു കഴിഞ്ഞ് പെട്ടെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ അവർ വെയിറ്റ് ചെയ്തു. അങ്ങനെ ഹസ്ബൻഡ് നെറ്റിയിലും എല്ലാം കുരിശ് വരച്ച് തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി. അവൻ പിന്നെ ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ആയപ്പോഴത്തേക്ക് അവന് ഇങ്ങനെ ബോധം വന്നു കഴിഞ്ഞ് അവർ വേഗം ICUവിൽ നിന്ന് മാറ്റി അവന് ആൻറ്റിബയോട്ടിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ഒരു 7 ഡേയ്സിനുള്ളിൽ അവൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നു. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ മിടുക്കനായിട്ടിരിക്കുന്നു. 5ാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയന് കോപ്പറേറ്റീവ് ബാങ്കിൽ സ്ഥിരം ജോലി ആയിരുന്നില്ല, ടെമ്പററി ജോലി ആയിരുന്നു. വൈഫുണ്ട്, കുട്ടിയുണ്ട്. അപ്പോൾ ടെമ്പററി ജോലി ആയതുകൊണ്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു അവന്. അപ്പോൾ ഒരു പെർമനൻ്റ് ജോലി ആവാൻ വേണ്ടിയിട്ടും ഹസ്ബൻഡ് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. അതിൻ്റെ ഫലമായി അമ്മ മാതാവ് അവന് ഒരു സ്ഥിരം ജോലി നൽകി അനുഗ്രഹിച്ചു. ഇപ്പോഴും ഞങ്ങളുടെ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും ഞങ്ങൾ ആശ്രയിക്കുന്നത് അമ്മ മാതാവിൽ മാത്രമാണ്. ഞങ്ങൾ എന്തൊരു പ്രശ്നം വന്നാലും അപ്പോൾ എൻ്റെ പപ്പയും അമ്മയും അല്ലെങ്കിൽ ഹസ്ബൻഡും പറയും അമ്മ മാതാവുണ്ടല്ലോ, അമ്മ അറിയാതെ ഒരു പ്രശ്നവും വരത്തില്ല എന്ന് പറയും. ആ ഒരു വിശ്വാസം ഞങ്ങളുടെ കുടുംബത്തിൽ ആഴമായി ഉറച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ജപമാല ഇല്ലാത്ത ഒരു ദിവസം പോലും ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഇല്ല. അതുപോലെ തന്നെ ദിവ്യബലി ഞങ്ങൾ പരമാവധി UK ആയതുകൊണ്ട് തന്നെ മലയാളം കുർബാന ഞങ്ങൾക്ക് തൊട്ടടുത്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പരമാവധി ഇംഗ്ലീഷ് കുർബാനയ്ക്ക് ഞങ്ങൾ മിക്കപ്പോഴും പോകും. അതുപോലെ തന്നെ ഉടമ്പടി പത്രം ഞങ്ങൾ അവിടെയുള്ള മലയാളി ഫ്രണ്ട്സിനെല്ലാം കൊടുത്തു. ആദ്യമൊക്കെ കൊടുത്തപ്പോൾ 1-2 പേരൊക്കെ ഞങ്ങളെ കളിയാക്കി, നിങ്ങൾ കൃപാസനത്തിൻ്റെ ആൾക്കാരാണോ എന്നൊക്കെ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു അതൊന്നും സാരമില്ല ബേട്ടാ, അത് കൊടുത്തോ എന്ന് പറഞ്ഞു. ഞങ്ങൾ കൊടുത്തിരുന്നു. അങ്ങനെ പത്രം കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് കുടുംബസമാധാനം, സന്തോഷം, പ്രാർത്ഥിക്കാനുള്ള മനസ്സ്. 4 വർഷമായിട്ട് കുട്ടികളില്ലാതിരുന്ന അവസ്ഥയിൽ ഒത്തിരി പേരുടെ ചോദ്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഒക്കെ വളരെ ഒരു വിഷമത്തിലോട്ട് പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായെങ്കിലും ഞങ്ങൾ അമ്മ മാതാവിൽ ഉറച്ചു വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് വചനം എഴുതി പ്രാർത്ഥിച്ചു. സങ്കീർത്തനം 127 1-ാം അധ്യായവും 1-ാം വാക്യവും 3-ാം വാക്യവും ഞങ്ങൾ 1000 വട്ടം എഴുതി പ്രാർത്ഥിച്ചു. അതിൻ്റെയൊക്കെ ഫലമായി അമ്മയും ഈശോയും ഞങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. സഭയുടെ